Next question. Arun is a partner in a partnership firm. As per the partnership deed, interest on drawings is charged at 12% per annum during the year ended 31st December 2018. He drew as follows: March 1st, then June 1st, July 1st, July 31st. Calculate the amount of interest on drawings. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ ഏതാണ്? ഓരോന്നോരോന്നും കണ്ടുപിടിക്കുക, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്തായിരുന്നു? ആൾട്ടർനേറ്റീവ്സ് പറഞ്ഞു. പക്ഷെ അതിന് കണ്ടീഷൻ പറഞ്ഞു എമൗണ്ട് സെയിം ആണോ പ്ലസ് ഇൻ്റർവെൽസും, ഓരോ ഡ്രോ ചെയ്യുന്ന ഇൻ്റർവെൽസും എന്താണ്, സെയിം ആണ്. ഇവിടെ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണോ? അല്ല. എമൗണ്ട് ഡിഫറെൻ്റ് ആണ്, ഇൻ്റർവെല്ലും ഡിഫറെൻ്റ് ആണ്. രണ്ടും സാറ്റിസ്ഫൈ ആണ്. ഒന്ന് മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ, രണ്ടും അവിടെ എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ രണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്കിത് ചെയ്യാൻ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. നമുക്ക് ആദ്യം രണ്ട് മെത്തേഡ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതിന് ആൾട്ടർനേറ്റീവ് അല്ലാതെ വേറൊരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഉണ്ട് ഇത് കണ്ടെത്താൻ. എന്നാൽ നമുക്ക് ആദ്യം ഫസ്റ്റ് നോർമൽ കേസിൽ ഇതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടെത്തി നോക്കാം. നോർമൽ കേസിൽ നമ്മൾ എങ്ങനെ കാണാം? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് കാണണം. മാർച്ച് 1 അല്ലേ, മാർച്ച് 1 ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് എത്ര വരിക? 6000 ഇൻറ്റു 12%. അപ്പോൾ 12/100 ഇൻറ്റു എത്ര റിമൈനിങ് മന്ത് ഉണ്ടാവുക? മാർച്ച് ഇൻക്ലൂസീവ് ആണോ എക്സ്ക്ലൂസീവ് ആണോ? മാർച്ച് 1 അപ്പോൾ ഇൻക്ലൂസീവാ. പിന്നെ ഇയർ എൻഡിങ് എന്നാ പറഞ്ഞിട്ടുള്ളത്? ഡിസംബർ. അപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 10 months. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 12. സി ഗുഡ്. എത്ര ആൻസർ വരിക? 6000 ഇൻറ്റു 12% ഇൻറ്റു 10 divided by 12, 600. നമ്പർ 2 ജൂണിൻ്റെത് എത്ര? ജൂണിൻ്റെത് ജൂൺ 1 ആണ്. എമൗണ്ട് 4000 ഇൻറ്റു 12%. അപ്പോൾ 12/100 ഇൻറ്റു റിമൈനിങ് മന്ത്. എത്ര റിമൈനിങ് മന്ത് ഉണ്ടാവുക? ജൂൺ ഇൻക്ലൂസീവ് ആണോ എക്സ്ക്ലൂസീവ് ആണോ? ഇൻക്ലൂസീവ്. അപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 7. എന്തുകൊണ്ടാണ് ജൂൺ ഇൻക്ലൂസീവ് ആയത്? 1 ആയതുകൊണ്ട്. അപ്പോൾ 7 months. അപ്പോൾ 7/12 എത്ര ഉണ്ടായിരിക്കും? 4000 ഇൻറ്റു 12% ഇൻറ്റു 7 divided by 12, 280. ആൻഡ് തേർഡ് ജൂലൈ ആണ്. ജൂലൈ 31st എത്ര എമൗണ്ട്? 2000. ജൂലൈ 31st ആണ്. 2000 ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 12/100. നെക്സ്റ്റ് നോക്കേണ്ടത് എത്ര മാസം ഉണ്ട്? ജൂലൈ ഇൻക്ലൂസീവ് ആണോ എക്സ്ക്ലൂസീവ് ആണോ? എക്സ്ക്ലൂസീവ്, കാരണം അത് എൻഡ് ആണ്. അപ്പോൾ അത് കൂട്ടൂല. അപ്പോൾ ജൂലൈ കണ്ട് പിന്നെ എന്താണ്? ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 5 months. അപ്പോൾ 5/12 സീക്വൽ ടു എത്ര ഉണ്ടായിരിക്കും? 2000 ഇൻറ്റു 12% ഇൻറ്റു 5 divided by 12, 100. ആൻഡ് ടോട്ടൽ എത്ര ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടാവുക? 600, 800, 900, 908. ഇത് മെത്തേഡ് നമ്പർ 1. നമുക്കിതിനൊരു ആൾട്ടർനേറ്റീവ് മെത്തേഡും കൂടിയിട്ട്. ഓക്കെ, എന്താ കണ്ടീഷൻ? എപ്പോഴാണ് ആൾട്ടർനേറ്റീവ് മെത്തേഡ്? ഇത് ഓക്കെ, ഈ ആൾട്ടർനേറ്റീവ് മെത്തേഡ് എപ്പോഴാണ് യൂസ് ചെയ്യുക? ഡിഫറെൻ്റ് എമൗണ്ട് ഓർ സെയിം എമൗണ്ട്, രണ്ടാവാ. ഡിഫറെൻ്റ് ഓർ സെയിം എമൗണ്ട് രണ്ടാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ ഡിഫറെൻ്റ് ഇൻ്റർവെൽസ്. ഏതാണ്? ഡിഫറെൻ്റ് ഇൻ്റർവെൽ ഓഫ് ഡ്രോയിങ്സ്. അതായത് കറക്റ്റ് 1 മാസം 2 മാസമോ അല്ല. ഇതെന്താണ്? അന്ന് 1 മാസേക്കാരം, പിന്നത്തേയും ചിലപ്പോൾ അര മാസേക്കാരം, ചിലപ്പോൾ നെക്സ്റ്റ് ഡേ ആക്കാരം. അങ്ങനെ ഡേറ്റ് പ്രോപ്പർ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. നമുക്ക് ഇതിൽ നിന്ന് തന്നെ ആ മെത്തേഡ് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ ഇത് 3 കൂടി കൂട്ടിയതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്. നമുക്ക് ആ സാധനം ഇങ്ങനെയും എഴുതാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ഈസ് ഈക്വൽ ടു, ആദ്യം ബ്രാക്കറ്റ് ഇടാം. ഈ സാധനം 6000 ഇൻറ്റു 6000 ഇൻറ്റു 12/100 ഇൻറ്റു എത്ര മന്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്? 10/12 പ്ലസ്
നെക്സ്റ്റ് എത്ര നെക്സ്റ്റ് വരുന്നത് 4000 ഇൻറ്റു 12/100 ഇൻറ്റു എത്ര മന്ത് വരുന്നത് 7/12 പ്ലസ് മൂന്നാമത്തതൊന്നും കൂടി ഉണ്ട് 2000 ഇൻറ്റു ഏതാണ് 2000 ഇൻറ്റു 12/100 ഇൻറ്റു എത്ര മന്താ വരുന്നത് 5/12 ഇനി ശ്രദ്ധിച്ചേ ആ 12 ഇതും ഇവിടെയും സെയിമാണ്. ഓനെ പുറത്തേക്കിടാം, ഓനെ നമുക്ക് എന്ത് ചെയ്യാം പുറത്തേക്കിടാം. അപ്പം നമുക്ക് 12/100 കോമൺ ആയതുകൊണ്ട് ഓനെ പുറത്ത് കിട്ടും ഇൻറ്റു 6000 ഇൻറ്റു 10/12 പ്ലസ് ഓക്കെ ഇതെന്താണ് 10/12 പ്ലസ് ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4000 ഇൻറ്റു 7/12 പ്ലസ് 2000 ഇൻറ്റു 5/12 ഓക്കെ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ആഡ് ചെയ്യുക ഇതിനെ കൊണ്ട് ചെയ്യാം. പക്ഷെ ഇനി ഇവിടെ നമുക്ക് ഒരു സാധനം റീറൈറ്റ് ചെയ്യാം. 12/100 വീണ്ടും നമ്മൾ ബ്രാക്കറ്റ് വന്നിട്ട് 6000 ഇൻറ്റു ഞാനൊരു കാര്യം ചെയ്യാം ഇവിടെയൊക്കെ 12 കോമൺ ആണ് അല്ല. അപ്പം നമുക്കിത് ഈ വീണ്ടും ആക്കാം ഇൻറ്റു 10 ഇൻറ്റു 1/12 ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും എന്ത് തന്നെയാണ് 10/12. 10/12 നമുക്ക് എങ്ങനെ എഴുതാം 10 ഇൻറ്റു 1/12 പ്ലസ് 4000 ഇൻറ്റു 7 ഇൻറ്റു 1/12 എങ്ങനെ 4000 ഇൻറ്റു 7 1/12 പ്ലസ് 2000 ഇൻറ്റു 5 ഇൻറ്റു 1/12 നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ ഇതും മാത്തും തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോഴും ഇവിടെ സെയിം ആയിട്ട് ഒരാളുണ്ട് ആരാണ് 1/12 കോമൺ ആണ്. അപ്പം നമുക്കിത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം ആ 1/12 പുറത്തേക്ക് എടുക്കാം. അപ്പം എന്ത് പറയും നമുക്ക് 12/100 ഇൻറ്റു 1/12 ഇൻറ്റു ഇനിവിടെ വീണ്ടും സം ഓഫ് ഏതായിരുന്നത് 6000 ഇൻറ്റു 10 പ്ലസ് 4000 ഇൻറ്റു 7 പ്ലസ് 2000 ഇൻറ്റു 5 ഓക്കെ അല്ലേ. ഓക്കെ ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക 60,000 നമുക്ക് എത്ര കിട്ടും ഇസ് ഈക്വൽ ടു 12/100 ഇൻറ്റു 1/12 ഇൻറ്റു ഇതെന്താണ് സമ്മ ഇതെന്താണ് എമൗണ്ട് ഡ്രോവിങ്സ് എമൗണ്ട് ഇൻറ്റു എന്താണ് ഡ്രോവിങ്സ് എമൗണ്ട് ഇൻറ്റു റിമൈനിങ് മന്ത്. അപ്പോൾ ഇതിനെത്ര വരിക റിമൈനിങ് മന്ത് 60,000 പ്ലസ് പിന്നെ 4000 ഇൻറ്റു 7 4000 ഇൻറ്റു 7 28,000 പ്ലസ് 2000 ഇൻറ്റു 5 എത്ര വരിക 10,000. ഇനി നമുക്ക് ഇതൊന്നുകൂടി കൊടുക്കാം എന്താണ് 12/100 ഇൻറ്റു 1/12 ഇൻറ്റു ഇതെല്ലാം ആഡ് ചെയ്യണം എത്ര ഉണ്ടായിരിക്കും 60,000 പ്ലസ് 28,000 പ്ലസ് 10,000 ഓക്കെ എത്ര ഉണ്ടാവുക 98,000. സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ഈസ് ഈക്വൽ ടു ഇത് ഇൻറ്റു 12% ഇൻറ്റു 1/12 ദാറ്റ് ഈസ് 980. സാറേ ഇത് ലോങ് റൂട്ടാണ്. ഇത് ലോങ് റൂട്ടാണ്. പക്ഷെ ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ചെറിയൊരു സാധനം കാണിച്ചു തരാം. ഓക്കെ ഇവിടെ നമ്മൾ 2 ഇക്വേഷൻ നോക്കാം. ഒന്ന് ഈ ഇക്വേഷനും അതേപോലെ തന്നെ നമ്മൾ ഈ സാധനം എഴുതിയില്ലേ ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ് ടോട്ടൽ അതുപോലെ ഇത് 3 സാധനം കൂടി ക്ലബ് ആയിട്ട് ഞാനൊരു ആൾട്ടർനേറ്റീവ് ഉണ്ടാക്കുകയാണ്. ഈ സാധനത്തിനെ നമുക്ക് എന്തായിട്ട് പറയാം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഞാൻ ഇത് എഴുതുന്നു. ഈ സാധനം 98,000 എന്താണ് ഈ 98,000 കിട്ടിയത് ഓരോന്നിൻ്റെയും സാധനം ആഡ് ചെയ്തതല്ലേ അപ്പോൾ സമ്മാണ്. ഇതെന്താണ് സം 3 സാധനം കൂട്ടിയതാണ്. ഏത് 3 സാധനം സം ഓഫ് പ്രൊഡക്റ്റ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു പിന്നെ ആഡ് ചെയ്തു ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു പിന്നെ ആഡ് ചെയ്തു അതിനെ വിളിക്കണ പേരാണ് എന്ത് സം ഓഫ് പ്രോഡക്ട്സ്. അതിനെ വിളിക്കണ പേരാണ് എന്ത് സം ഓഫ് പ്രോഡക്ട്സ് ഇൻറ്റു ഇനി ഇവിടുത്തെ ഓരോ ഐറ്റംസ് 12/100 എന്താണ് റേറ്റ്
റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അപ്പൊ എന്താണ് സാറ് സം ഓഫ് പ്രോഡക്ട്സ് എന്ന് ചോദിച്ചാൽ എന്താ സം ഓഫ് പ്രോഡക്ട്സ്? സം ഓഫ് പ്രോഡക്ട്സ് ഈസ് ഈക്വൽ ടു എമൗണ്ട് ഇൻറ്റു സം നമ്മൾ കൂട്ടിയതല്ലേ, ടോട്ടൽ കൂട്ടിയതാണ്. സം ഓഫ് ഏതിന്റെ സമ്മാണ് ഇതൊക്കെ കൂട്ടി ഓഫ് ഏത് കൂട്ടിയതാണ് നമ്മള്? ഡ്രോവിങ്സ് ഇൻറ്റു സം ഓഫ് ഡ്രോവിങ്സ് ഇൻറ്റു സം ഓഫ് ഡ്രോവിങ്സ് ഇൻറ്റു ഏത് റിമൈനിങ് മന്ത്. സം ഓഫ് ഡ്രോവിങ്സ് ഇൻറ്റു റിമൈനിങ് മന്ത്. ഓക്കെ, അപ്പൊ ഇനി ഈ സാധനം നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് നെക്സ്റ്റ് ആൾട്ടർനേറ്റീവ്. അപ്പൊ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്ക് ആ ആൾട്ടർനേറ്റീവ് നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്താ നമ്മൾ ഇക്വേഷൻ പറഞ്ഞിട്ടുള്ളത്? സം ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് പ്രോഡക്ട്സ്. എന്താണ്? സം ഓഫ് പ്രോഡക്റ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. സം ഓഫ് പ്രോഡക്ട്സ് കാണാൻ നമുക്കൊരു ടേബിൾ ഉണ്ടാക്കാം. എന്താണ് ആ ടേബിൾ? സം ഓഫ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡ്രോവിങ്സിന്റെ എമൗണ്ട് ഇൻറ്റു ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? റിമൈനിങ് മന്ത് ഇൻറ്റു അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൊഡക്ട്സ്. ഓക്കെ, ഓരോന്നിനെ വിളിക്കുന്ന പേരെന്താണ്? പ്രൊഡക്ട്സ്. എല്ലാം കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? സം ഓഫ് പ്രോഡക്ട്സ്. അപ്പൊ നമുക്ക് ഇവിടെ ഓരോന്നിന്റെ സം ഓഫ് പ്രോഡക്ട്സ് കാണാം. നമ്പർ 1 6000, 4000, 2000 ആണ് എമൗണ്ട് അല്ലെ? എത്ര എമൗണ്ട്? 6000, 4000 and 2000 ആണ് നമ്മുടെ എമൗണ്ട്. റിമൈനിങ് മന്ത് ഫസ്റ്റ് മാർച്ചിന് എത്ര റിമൈനിങ് മന്ത് ഉണ്ട്? 10/7/5 അല്ലെ? ഇതിനൊക്കെ റിമൈനിങ് മന്ത് എത്രയാണ്? 10/7/5. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നമുക്ക് എഴുതെടുക്കാം 10/7/5. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തൊക്കെ 60,000 ഫസ്റ്റത്തിന്, സെക്കൻഡിന് 4 ഇൻറ്റു 4000 ഇൻറ്റു 7 4000 ഇൻറ്റു 7 28,000 ആൻഡ് ലാസ്റ്റത്തിന് 10,000. ഇതെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 98,000. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ഒക്കെ ഈക്വൽ ടു സം ഓഫ് പ്രൊഡക്ട്സ് കിട്ടിയ എത്രയാണ്? 98,000 ഇൻറ്റു റേറ്റ് എത്രയാണ്? 12/100 ഇൻറ്റു 1/12. എത്രയുള്ളത്? 980. അപ്പൊ ഈ റൂട്ട് എന്താണ് സാറേ? ഇത് ഞങ്ങൾക്ക് എന്ത് കാണിച്ചെന്നാണ്? എങ്ങനെയാണ് ഇക്വേഷൻ വന്നു എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയതാണ്. ഓക്കെ, നമ്മൾ തൊട്ട് പ്രീവിയസ്ലി നമ്മൾ എന്ത് ചെയ്തു? വേറെ ആൾട്ടർനേറ്റീവ് നമ്മൾ പറഞ്ഞു, സെയിം എമൗണ്ട് ഒരേ ഇന്റർവെൽ ആണെങ്കിൽ അതിൽ ആവറേജ് ഡേറ്റ് ഒക്കെ നമ്മൾ എങ്ങനെ കണ്ടെത്തിയുള്ളത്. അതേപോലെ ഡിഫറെന്റ് ഓർ സെയിം എമൗണ്ട് പക്ഷെ ഇന്റർവെൽ ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ആൾട്ടർനേറ്റീവ് മെത്തേഡ് ആണ് ഇത്. അതിൻ്റെ നമ്മൾ എന്ത് എങ്ങനെ കണ്ടെത്തി ഇക്വേഷൻ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, പക്ഷെ നമ്മൾ ഇത് വേണ്ട, നമുക്ക് ഏത് മതി? ഈ സാധനം മാത്രം മതി. ഇനി ഇതില് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൽ ഒരു ചെറിയ സാധനം കൂടി. സപ്പോസ് ഡ്രോവിങ്സിന്റെ ഡേറ്റ് തന്നില്ല. ക്വസ്റ്റ്യനില് ഡ്രോവിങ്സിന്റെ ഡേറ്റ് മിസ്സിംഗ് ആണ്. അതായത് എയും ബിയും പാർട്ട്നേഴ്സ് ആണ്. എയും ബിയും പാർട്ട്നേഴ്സ് ആണ്. എ ഡ്രോ ചെയ്തു 10,000 പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെ കാണാം? പാർട്ട്ണർഷിപ്പ് ഡീഡ് നോക്കി. പാർട്ട്ണർഷിപ്പ് ഡീഡില് 10% ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കും? നമ്മൾ ഇക്വേഷനിൽ എന്തുണ്ട്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈക്വൽ ടു എമൗണ്ട് ഇൻറ്റു പിന്നെ റേറ്റ് ബൈ 100 ഇൻറ്റു ലാസ്റ്റ് വൺ ഒന്നുകൂടി ഏതാണ്? മന്ത് റിമൈനിങ് മന്ത് ബൈ 12. അപ്പൊ ഇവിടെ ഈസ് ഈക്വൽ ടു എമൗണ്ട് നമുക്കറിയാം 10,000 ഇൻറ്റു റേറ്റ് 10/100 കിട്ടും. പക്ഷെ മന്ത് 12 ഒക്കെ റിമൈനിങ് മന്ത് എങ്ങനെ കണ്ടുപിടിക്കും? കാരണം കൗണ്ട് ആണെങ്കിലും ഏത് കിട്ടണം? ഡേറ്റ് കിട്ടണം. അപ്പൊ നമുക്ക് ഇതൊരു അസംഷൻ എടുക്കും. ഡേറ്റ് തരാത്ത നമ്മൾ എന്തെടുക്കും? അസംഷൻ എടുക്കും. തുടക്കത്തിലല്ല അവസാനത്തിലല്ല, പിന്നെ എപ്പോഴായിരിക്കും? മിഡിൽ ആവറേജ് എടുക്കും. നമ്മൾ എന്താ എടുക്കുക? മിഡിലാണ് എടുക്കുക. മിഡിൽ എത്ര വരുന്നത്? 6. നമ്മൾ ഏതാണ് എടുക്കുക? ആവറേജ് ആണ് എടുക്കുക. അപ്പൊ ആവറേജ് ആകുമ്പോൾ മിഡിൽ എത്ര വരുന്നത്? 6. അപ്പൊ എത്രയായിരിക്കും ഇതിന്റെ ആൻസർ ഉണ്ടാവുക? 10,000 ഇൻറ്റു 10% ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 12 എത്രയായിരിക്കും? 500.
അപ്പോൾ ഇൻ കേസ് ഡേറ്റ് മിസ്സിംഗ് ആണെങ്കിൽ ഡേറ്റ് ക്വസ്റ്റ്യൻ തന്നെങ്കിൽ നമ്മൾ എത്ര എടുക്കേണ്ടത് 6 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. എത്ര റിമൈനിങ് മന്ത് 6. നമ്മൾ ആ മിഡിൽ ഡ്രോ ചെയ്തു എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക അസ്യൂം ചെയ്യുക. ഓക്കെ.